ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയാണ്. നമുക്കറിയാം PSCയുടെ LDCയുടെ സിലബസ് അനുസരിച്ച് കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന പോർഷനിൽ നിന്ന് മൊത്തത്തിൽ 5 മാർക്കാണ് നമുക്കുള്ളത്. അതിൽ തന്നെ എന്താണ്, കേരള ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ഈ മൂന്നിനും കൂടിയാണ് നമുക്ക് 5 മാർക്ക് ചോദിക്കുന്നത്. ചിലപ്പോൾ എന്താ, ഒരു എക്സാമിന് 2 മാർക്ക് കേരള ഹിസ്റ്ററി എന്ന് ചോദിക്കാം, ബാക്കിയുള്ളത് മറ്റു പോർഷനിൽ നിന്നായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ 1 മാർക്കേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കേരള ഹിസ്റ്ററിയൊക്കെ നമ്മളിപ്പോൾ ഓവറായിട്ട് ഇപ്പോൾ സമയം അവസാന നിമിഷങ്ങളിലേക്ക് പഠിക്കാൻ വെച്ചേക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഇതിങ്ങനെ കേരള ഹിസ്റ്ററി അതേപോലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റായ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ മാക്സിമം PYQs ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് പാർട്ട് 1 വീഡിയോ ആയിട്ട് എടുത്താൽ മതി. കാര്യം ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇത്രയും എല്ലാ എക്സാംസിനും ഉള്ളൊരു ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന എല്ലാ ഫാക്ട്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമമാണ് വേണ്ടത്. കാലഗണനാക്രമം എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ എന്താണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ട് അല്ലേ എഴുതേണ്ടത്. അപ്പോൾ കുളച്ചൽ യുദ്ധം ഏത് വർഷമാണ്? അപ്പോൾ നമുക്ക് എന്തറിയണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വർഷങ്ങൾ എത്രയാണ് എന്താണെന്ന് അറിയണം. കുളച്ചൽ യുദ്ധം എന്നാണ് 1741 കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. മാർത്താണ്ഡവർമ്മയും അതേപോലെ തന്നെ ഡച്ചുകാരൻ തമ്മിലായിരുന്നു ഉള്ള യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഇനി കുണ്ട്രവിളംബരം എന്നാണ്? 1809 കുണ്ട്രവിളംബരം. ജനുവരി 11. 1809 ജനുവരി 11. ഈ ഒരു വർഷം കൂടി പഠിച്ചു വയ്ക്കുക. 984 മകരം 1. ആറ്റിങ്ങൽ കലാപം എന്നാണ്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721 ആറ്റിങ്ങൽ കലാപം. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അതായത് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായത് ഇതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് പഠിക്കാനുള്ള വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി എന്നാണെന്ന് കൂടി പഠിച്ചു വെച്ചോ. വേണാട് ഉടമ്പടി എന്നാണ്? 1723 വേണാട് ഉടമ്പടി. ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മയും അതേപോലെ തന്നെ അലക്സാണ്ടർ ഓം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമും തമ്മിലാണ് വേണാട് ഉടമ്പടി വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായ കാലഗണനാക്രമം അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യമേ വരേണ്ടത് ഏതാണ്? 1721 ആറ്റിങ്ങൽ കലാപം. സോ 3 ആദ്യം വരേണ്ടത്. 1721 ഇതാണ് ഒന്നാമത്തത്. സോ 3 ആദ്യം വരുന്ന ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ് ആൻസർ വരുന്നത്. ഇത് ഒന്നാമത് വരും. അത് കഴിഞ്ഞ് 1721 കഴിഞ്ഞാൽ അടുത്ത ഏത് വരും? കുളച്ചൽ യുദ്ധം വരും. ഇത് രണ്ടാമത് വരണം. അത് കഴിയുമ്പോൾ ഇത് മൂന്നാമത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരേണ്ടത് കുണ്ട്രവിളംബരമാണ്. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇതിൽ ശരിക്കും PSCയുടെ ആൻസർ പ്രകാരം ഇതിൻ്റെ എല്ലാം ശരിയെന്നായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന കാർഷിക ബജറ്റാണ് എന്ത്? പതിവ് കണക്ക്. കാർഷിക ബജറ്റാണ് പതിവ് കണക്ക്. അതായത് ബജറ്റിന് അദ്ദേഹം ഇട്ട പേരെന്തായിരുന്നു? പതിവ് കണക്കെന്നായിരുന്നു. അതേപോലെ 1780 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. ഒന്നാം തൃപ്പടിദാനം നടന്നത് 1780 ജനുവരി 3 അതെന്തോ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. സോ ആൻസർ ഇവിടെ ശരിക്കും ഇത് തെറ്റാണ്. 1, 3, 4 ശരി. പക്ഷേ അത് ഇവിടെ ഓപ്ഷനിലില്ല. അവരിവിടെ തന്നിരുന്ന പ്രൊഫഷണൽ കീ ആൻസർ കീ പ്രകാരം അത് മുകളിൽ പറഞ്ഞതല്ല എന്നായിരുന്നു. നമുക്കപ്പോൾ അത് വേണ്ട. ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? ഇത് 4 ഇത് 3 ശരിയായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ എന്താണ് ഈ പതിവ് കണക്ക്? ബജറ്റ് അറിയപ്പെട്ട പേരാണ് പതിവ് കണക്കെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതനുസരിച്ച് ചോദിക്കുന്നതാണ്. താലൂക്കുകൾ അറിയപ്പെട്ട പേരെന്താണ്? താലൂക്കുകൾ അറിയപ്പെട്ട പേര് മണ്ഡപത്തും വാതുക്കൽ എന്നാണ് താലൂക്കുകൾ അറിയപ്പെട്ടത്. മണ്ഡപത്തും വാതുക്കൽ ആണ് താലൂക്കുകൾ അറിയപ്പെട്ട പേര്. എങ്കിൽ വില്ലേജ് ആണെങ്കിൽ അത് അറിയപ്പെട്ട പേര് പകുതികൾ എന്നാണ് വില്ലേജ് അറിയപ്പെട്ടത്. എങ്കിൽ വില്ലേജ് ഓഫീസർ ആണെങ്കിൽ അറിയപ്പെട്ട പേര് പർവത്തിക്കാർ എന്നാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പർവത്തിക്കാരാണ്. ഇനി ചെക്ക് പോസ്റ്റ് എന്തായിരിക്കും? ചെക്ക് പോസ്റ്റ് ആണ് ചൗക്കകൾ എന്നറിയപ്പെട്ടു. ചൗക്കകൾ അതായത് ചെക്ക് പോസ്റ്റ്.
ഓക്കെ, പോസ്റ്റൽ സമ്പ്രദായം നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്, എന്താണ്, അഞ്ചലാണ്. അഞ്ചൽ സംവിധാനം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് പോസ്റ്റലാണെന്ന്. ഇനി ധനമന്ത്രി, അതായത് അന്നത്തെ ധനമന്ത്രി അറിയപ്പെട്ട പേര് മുളകുമടിശീലക്കാർ. മുളക് മടിശീലക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. മുളക് മടിശീലക്കാർ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. അതായത് മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന കുറച്ച് ഇതാണ്. താലൂക്കുകൾ അറിയപ്പെട്ട പേര് മണ്ഡപത്തും വാതുക്കൽ. വില്ലേജുകളാണെങ്കിൽ അത് പകുതികളെന്നും വില്ലേജ് ഓഫീസർ ആണെങ്കിൽ അത് പർവത്തിക്കാർ എന്നും അറിയപ്പെട്ടു. ചൗക്കുകൾ ചെക്ക് പോസ്റ്റും. ധനമന്ത്രി എന്താണ്, മുളക് മടിശീലക്കാരാണ്. ഇനി ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളെ എന്താക്കി, ഭൂമികളെയും അളന്ന് തിട്ടപ്പെടുത്തി. അദ്ദേഹമാണ് എന്ത്, കണ്ടെടുത്ത് അഥവാ ഭൂസർവേ നടത്തിയത്. കണ്ടെടുത്ത് 1739 അദ്ദേഹം എന്ത് കൊണ്ടുവന്നത്, കണ്ടെടുത്ത് അഥവാ ഭൂസർവേ കൊണ്ടുവന്നത്. മല്ലൻ ശങ്കരൻ 1739 ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളെ അളന്ന് തിട്ടപ്പെടുത്തി എന്താണ്, അവയെ തിരിക്കാനായിട്ട് നിയമിച്ച വ്യക്തിയായിരുന്നു ആര്, മല്ലൻ ശങ്കരൻ. അദ്ദേഹം 4 ഇതിനെ നമ്മുടെ മാർത്താണ്ഡവർമ്മ തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്, ദേവസ്വം, അതേപോലെ ബ്രഹ്മസ്വം, പിന്നെ എന്തൊക്കെയായിരുന്നു, ദാസം, പിന്നെ ഉള്ളത് പണ്ടാരവക. ഇങ്ങനെ 4 അദ്ദേഹം ഭൂമികളെ അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നത്. അതേപോലെ തന്നെ കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. സോ ഇവിടെ ബാക്കിയെല്ലാം ശരിയാണ്. ആൻസർ വരേണ്ടത് 1, 3, 4 എന്നിവ മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് 52/2024. ഈ ഒരു പരീക്ഷയ്ക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. നോക്കിക്കേ, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്, ആത്മോപദേശ ശതകം. ശരിയാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ് വേദാധികാര നിരൂപണം. അതും ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം. വൈകുണ്ഠസ്വാമികളല്ല, പ്രാചീന മലയാളം. പ്രാചീന മലയാളം ആരുടേതാണ്, ചട്ടമ്പി സ്വാമികളുടേതാണ് പ്രാചീന മലയാളം. വാഗ്ഭടാനന്ദൻ്റെ പുസ്തകമാണിത്, അഭിനവ കേരളം. സോ ഇവിടെ ആൻസർ വരേണ്ടത് ഏതാണ്, 1, 2, 4 എന്നിവ ശരി. ആത്മോപദേശ ശതകം. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്, ദർശനമാല, അതേപോലെ തന്നെ വേറെ ഇത് പറയാം, ദൈവദശകം. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ദൈവദശകം. ഇതെല്ലാം ആരുടേതാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ചട്ടമ്പി സ്വാമികളുടേതാണെങ്കിൽ ഏതൊക്കെ വരും, വേദാധികാര നിരൂപണം വരും, പ്രാചീന മലയാളം വരും. പിന്നെ നമുക്ക് ഏത് പറയാം, ആദിഭാഷ, അതേപോലെ അദ്വൈത ചിന്താ പദ്ധതി. ഇതൊക്കെ ആരുടേതാണ്, ചട്ടമ്പി സ്വാമികളുടേതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ആരാണ്, വാഗ്ഭടാനന്ദൻ്റെ ഏതൊക്കെയാണ്, ശിവയോഗവിലാസം ആരുടേതാണ്, വാഗ്ഭടാനന്ദൻ്റേതാണ്. അഭിനവ കേരളം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യജമാനൻ, പിന്നെ എന്താണ്, ഈ യജമാനൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആത്മവിദ്യ, ഇതൊക്കെ ആരുടേതാണ്, വാഗ്ഭടാനന്ദൻ്റേതാണ്. ഇനി നമുക്ക് ഒരാളെയും കൂടി നോക്കണ്ടേ, വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമിയുടേതാണ്. പിന്നെ ഏതൊക്കെയാണ്, അമ്മാനെ, പിന്നെ അരുൾനൂൽ, ഇതൊക്കെ ആരുടേതാണ്, വൈകുണ്ഠസ്വാമിയുടെ പുസ്തകങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 22/24. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകർഷനായ അല്ലമീൻ പത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും. ഈ ഒരൊറ്റ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും അല്ലമീൻ പത്രം ആരുടേതാണ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റേതാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്കിവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2024 ഈ അല്ലമീൻ പത്രത്തിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്നുണ്ട്. 100ാം വാർഷികം, അതായത് ശതാബ്ദി ആഘോഷിക്കുന്ന പത്രമാണ് അല്ലമീൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. അല്ലമീൻ പത്രമാണ് അതായത് 1924 അല്ലമീൻ പത്രം അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പോൾ 2024 വന്നപ്പോൾ 100 വർഷം എത്തി. അതേപോലെ തന്നെ കെ കേളപ്പൻ്റെ അറസ്റ്റിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പത്രം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ 1930 ഈ പത്രം എന്ത് ചെയ്യുന്നുണ്ട്, പത്രം നിരോധിക്കുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, നമുക്കപ്പോൾ അറിയണം. ഇന്റർനാഷണൽ കോൺഗ്രസ് സജീവ പങ്കാളിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകർഷണായ വ്യക്തിയാണ്. അല്ലമീൻ പത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററുമാണ്. അതേപോലെ തന്നെ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. 1924 അല്ലമീൻ പത്രം ആരംഭിക്കുന്നത്. കെ കേളപ്പൻ്റെ അറസ്റ്റിനെതിരെ ബ്രിട്ടീഷുകാരെ വിമർശിച്ചതിനാണ് അല്ലമീൻ പത്രം 1930 നിരോധിക്കുന്നത്. പിന്നെ എന്താണ്, 2024 100ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്?
വാഗൺ ട്രാജഡി അല്ലേ? വാഗൺ ട്രാജഡി നമുക്കറിയാം ഏത് വർഷമാണ്? 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. വാഗൺ ട്രാജഡിയെ പറ്റി അന്വേഷിക്കാനുള്ള കമ്മീഷൻ ഏതായിരുന്നു? നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് പറഞ്ഞതാരാണ്? സുമിത് സർക്കാർ. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് പറഞ്ഞത്. അതേപോലെ വാഗൺ ട്രാജഡിയുടെ സ്മാരകം എവിടെയാണ്? സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ. അതേപോലെ 100-ാം വർഷം 2024 ആഘോഷിക്കുന്നതാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം. അറിയാലോ, 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും 100-ാം വർഷം ഈ 2024 ആചരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, 20/24. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയായിരുന്നു ആര്? പോർച്ചുഗീസുകാർ. ശരിയാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇതും ശരിയാണ് അല്ലേ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലല്ലായിരുന്നോ കുളച്ചൽ യുദ്ധം നടന്നത്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. കാർട്ടസ് ആരാണ് നടപ്പിലാക്കിയത്? ബ്രിട്ടീഷുകാരല്ല. കാർട്ടസ് നയം നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് 3 മാത്രം. ശരിയായതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് പോർച്ചുഗീസുകാരെ പറ്റി എന്തൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും? 1498 എന്താണ് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്? 1498 മെയ് 20 വാസ്കോഡഗാമ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. 1499 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തിരികെ ലിസ്ബണിലേക്ക് പോയി. ഏകദേശം വന്നതിൻ്റെ 60 മടങ്ങ് സമ്പാദ്യമായിട്ട് അദ്ദേഹം തിരികെ പോയി. 1502 ആയപ്പോഴേക്കും വാസ്കോഡഗാമയുടെ 2ാം സന്ദർശനം, സെക്കൻഡ് വിസിറ്റ് നടന്നു. 1524 അദ്ദേഹത്തിൻ്റെ 3ാം സന്ദർശനം, 3ാമത്തതും അവസാനത്തതുമായ സന്ദർശനം. അദ്ദേഹം എന്തായിട്ടാണ് വന്നത്? വൈസ്രോയി ആയിട്ടാണ് അദ്ദേഹം വന്നത്. ഇനി അടുത്തത് ഏതാണ്? 1524 ഡിസംബർ 24 എന്താണ് പ്രത്യേകത? വാസ്കോഡഗാമ അന്തരിക്കുക. അദ്ദേഹത്തിൻ്റെ മരണമാണ് 1524 ഡിസംബർ 24. 1539 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ മരണശേഷം എവിടെയാണ്? നമ്മുടെ കൊച്ചിയിലെ പള്ളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കിയത്. അത് 1539 ആയപ്പോഴേക്കും തിരിച്ചത് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? പോർച്ചുഗീസിലേക്ക് തിരിച്ചു കൊണ്ടുപോയതാണ്. ഇനി ആരാണ് യൂറോപ്പിലെ ആദ്യത്തെ വൈസ്രോയി? ആരായിരുന്നു ഫസ്റ്റ് വൈസ്രോയി എന്ന് ചോദിച്ചാൽ അത് അൽമേഡയാണ്. അൽമേഡയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നീലജലനയം ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതാരാണ്? അൽമേഡയാണ്. 2ാമത്തെ വൈസ്രോയി ആരാണ്? അത് അൽബുക്കർക്കാണ്. 2ാമത്തെ വൈസ്രോയി ഇദ്ദേഹമാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. പോർച്ചുഗീസ് ഒരു സാമ്രാജ്യമാക്കി പോർച്ചുഗീസിനെ കെട്ടിപ്പടുക്കാനായിട്ട് വളരെയധികം സംഭാവന ചെയ്ത വ്യക്തിയാണ് ആര്? അൽബുക്കർക്ക്. ഇദ്ദേഹമാണ് മിശ്ര കോളനി വ്യവസ്ഥ, അതായത് എന്താണ്? ഇന്ത്യക്കാരും പോർച്ചുഗീസുകാരും തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ആ ഒരു മിശ്ര കോളനി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? അൽബുക്കർക്കാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ്? 1924. ചാന്നാർ ലഹള ഏത് വർഷമാണ്? 1859. പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടത്താണ്, അവസാന സമയമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ്? 1936. സോ കാലഗണനാക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം വരേണ്ടത് ചാന്നാർ ലഹളയാണ് അല്ലേ? ചാന്നാർ ലഹള. പിന്നെ ഇത് വരും. അപ്പോൾ സോ നോക്കിക്കേ, 2 ആദ്യമുള്ള ഈ ഒരൊറ്റൊരെണ്ണേ ഉള്ളൂ, ചാന്നാർ ലഹള. അതേപോലെ ഇതൊക്കെ 1900-ലും ചാന്നാർ ലഹള പണ്ടാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ വർഷങ്ങളൊന്നും കറക്റ്റ് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. 2 പിന്നെ വൈക്കം സത്യാഗ്രഹം വരും, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം വരും, പിന്നീടാണ് എന്ത് വരുന്നത്? പാലിയം സത്യാഗ്രഹം വരുന്നത്. ഇനി ചാന്നാർ ലഹള 1822 ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അതായത് മേൽമുണ്ട് സമരം, അത് ആരാണ് നേതൃത്വം നൽകിയത്? വൈകുണ്ഠസ്വാമിയാണ്. പിന്നെന്തായിരുന്നു? ഈ ക്രിസ്തു മതത്തിലേക്ക് ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്കെന്താ മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനായിട്ട് അവകാശം കൊടുത്തത് ആരാണ്? കേണൽ മൺട്രോയാണ്. അതേപോലെ ഈ ചാന്നാർ ലഹള കഴിഞ്ഞ് 1859
1859 ജൂലൈ 26 ഒരു വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് അവർക്കെല്ലാവർക്കും എന്താണ് മാറുമറയ്ക്കാനുള്ള അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച ആരാന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാൾ. ഇനി മറ്റൊരു ഫാക്റ്റ് ഉണ്ട്. 2023 എന്ത് സംഭവിക്കുന്നുണ്ട്? 2023 തമിഴ്നാട് സർക്കാർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, തമിഴ്നാട് സർക്കാർ 200-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ഒരു സംഭവമാണ് ഇത് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അതായത് തമിഴ്നാട് സർക്കാർ 200-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ഒരു പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫെയർ ആയിട്ടും ചോദിക്കാം. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 25/24. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം നടപ്പിലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ് അടിമത്ത നിരോധനം നടപ്പിലാക്കിയത്. 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലം എന്ന് പറയുന്നത്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. അതേപോലെ തന്നെ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തതൊക്കെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്താണ്. അപ്പം നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം നടത്തിയത് ഏത് വർഷമാണ്? 1812. അതായത് അടിമത്ത നിരോധനം നടപ്പിലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായി ആണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇനി കൊച്ചിയിൽ അടിമത്ത നിരോധനം. ഇവിടെ നമുക്ക് PSC തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 3 മാത്രമാണ് തെറ്റെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കൊച്ചിയിൽ അടിമത്ത നിരോധനം ഞാൻ കുറേ ബുക്ക് റെഫർ ചെയ്തിട്ടും 1855 അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് 1855 ഞാൻ കുറേ നോക്കി, എല്ലാത്തിലും 1855 തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതൊന്ന് എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ. ഇനി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് 1834 ഇതിവിടെ തെറ്റാണ്. അതായത് നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ് എന്ത് വരുന്നത്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ഏതൊക്കെ വർഷമായിരുന്നു? 1829 മുതൽ 1846 വരെയാണ് സ്വാതി തിരുനാൾ. അതായത് 1834 അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സ്കൂള്. ഇത് 1836 ആയപ്പോഴേക്കും അത് എന്തായിട്ട് മാറി? രാജാസ് ഫ്രീ സ്കൂൾ എന്നായിട്ട് മാറി. ഇതാണ് 1866 ആയപ്പോഴേക്കും നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റുന്നത്. അപ്പോൾ ശരിക്കും ഇത് യൂണിവേഴ്സിറ്റി കോളേജ് എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് ഏത് വർഷമാണ്? 1834. ഓക്കെ. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം 1837 വന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്. ആദ്യത്തെ ലൈബ്രറിയായ നമ്മുടെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി വന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്. അതേപോലെ നമ്മുടെ ഹജൂർ കച്ചേരി എവിടെ നിന്ന്? കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തിലേക്ക് മാറ്റിയതും ആരുടെ കാലഘട്ടത്താണ്? നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. ആദ്യത്തെ സെൻസസ് അതൊന്ന് നോക്കി വെക്കുക. 1836 ആദ്യ സെൻസസ് നടന്നത്. അത് നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. പക്ഷേ 1875 ആദ്യത്തെ ക്രമീകൃത സെൻസസ് എന്ന് ചോദിക്കും. ക്രമീകൃത സെൻസസ് ആരുടെ കാലഘട്ടത്താണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ആയില്യം തിരുനാൾ. അപ്പോൾ ആദ്യ സെൻസസ് എന്ന് ചോദിച്ചാൽ 1836 സ്വാതി തിരുനാളും ആദ്യത്തെ ക്രമീകൃത സെൻസസ് എന്ന് ചോദിച്ചാൽ 1875 ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ഓക്കെ അല്ലേ? ഇനി എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരിച്ചത് 1875. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ്? 1853 ഓഗസ്റ്റ് 25 ആര് ജനിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. 1853 to 1924 ഇതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഈ ഓഗസ്റ്റ് 25 നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തായിട്ട് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25 ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കുക. അപ്പോൾ ഇത് തെറ്റാണ്. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അത് കറക്റ്റായ പ്രസ്താവനയാണ്. ഇത് ശരിയാണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം പന്മനയിലാണ്. അതും ശരിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇതും ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന. സോ ഓൺലി
1 ആണ്. ഇനി നോക്കിക്കേ, ഇനി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്ന വർഷം ഏതാണ്? 1882 ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടുന്നത്. 1892 വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു സ്വാമിനാഥ ദേശികൾ. അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റു കുറച്ച് പേരുകളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു എന്ന് പറഞ്ഞാൽ പേട്ടയിൽ രാമൻ പിള്ളയാണ് ആദ്യകാല ഗുരു. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു. ഇനി ഗുരു ആരെന്ന് ചോദിച്ചാൽ ആരാണത്? തൈക്കാട് അയ്യ. ഇനി അദ്ദേഹത്തിന് സംസ്കൃതം, അതേപോലെ തന്നെ വേദോപനിഷത്ത്, അതേപോലെ യോഗവിദ്യ, ഇതൊക്കെ പഠിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? സുബ്ബജടാപാടികളാണ് സംസ്കൃതം, വേദോ അതൊക്കെ പഠിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം അത് ചോദിക്കാറുള്ളതാണ്. കുഞ്ഞൻ പിള്ള എന്ന ബാല്യനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഷൺമുഖദാസൻ എന്നും സർവ്വവിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രദേശമാണ് ഇത്. അതായത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് 27/2024. അത് പട്ടണമാണ്. പട്ടണം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലമാണ്. അതായത് പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധമാണ് ഇവിടെ നിന്ന് ഉത്ഖനനത്തിന് ലഭിച്ചത്. പട്ടണത്തിൽ നിന്നാണ്. 2023 180-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇങ്ങനെ കുറച്ച് ആഘോഷങ്ങളുണ്ട്. അതായത് നമ്മുടെ 100 വർഷം, 150 വർഷം, 200 വർഷം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 150-ാം വാർഷികമല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് 150-ാം വാർഷികത്തെ പറ്റി പഠിക്കാം. 150-ാം വാർഷികം, അതായത് നമ്മുടെ 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 180-ാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നുണ്ട്. രക്തസാക്ഷിത്വ ദിനത്തിൻ്റെ 180-ാം രക്തസാക്ഷിത്വം വഹിച്ചത് 150 വർഷം കഴിഞ്ഞു ആറാട്ടുപുഴ വേലായുധ പണിക്കർ 2024. ഇനി 2023 നമ്മുടെ കുമാരനാശാൻ്റെ ജന്മവാർഷികമാണ്. 2023 ജന്മവാർഷികം. എത്ര വർഷം? 180-ാം ജന്മവാർഷികമാണ്. അതേപോലെ 2022 മറ്റൊരാളുണ്ട്, അരബിന്ദ ഘോഷിൻ്റെ ജന്മവാർഷികമാണ്. ഓക്കെ, ഇനി കുറച്ച് 100-ാം വർഷം നോക്കാം. 100-ാം വർഷം എന്ന് പറയുന്നത് കുറച്ചുണ്ട്. 2023 ഏതാണ്? നമുക്കറിയാം മാതൃഭൂമി പത്രത്തിൻ്റെ 100-ാം വാർഷികമായിരുന്നു. അതേപോലെ തന്നെ 2024 ഏതാണ്? അല്ലമീൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അല്ലമീൻ പത്രത്തിൻ്റെ 100-ാം വാർഷികമായിരുന്നു. അതേപോലെ 2024 തന്നെ ചട്ടമ്പി സ്വാമികളുടെ ചരമവാർഷികമാണ്. ഇനി മറ്റേതാണ്? 2024 ജനുവരി 16 നമ്മുടെ കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം. നമ്മളിവിടെ പറഞ്ഞ എന്താണ്? അതേപോലെ മറ്റൊന്നും കൂടിയുണ്ട്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും 100-ാം വാർഷികമായിരുന്നു. ഓക്കെ, 2024. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്തായിരുന്നു? 2023 കുമാരനാശാൻ്റെ 180-ാം ജന്മവാർഷികവും 2024 കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികവും ആചരിക്കുന്നുണ്ട്. അതേപോലെ 2024 ചട്ടമ്പി സ്വാമികളുടെ ചരമവാർഷികം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നുണ്ട്. അത് കറണ്ട് അഫെയർ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകണ്ഠേശ്വരത്തും അതേപോലെ ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്ന്, ഇവിടെ രണ്ടിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ് അദ്ദേഹത്തിൻ്റെ 100-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 41/24 ഇതിലും 2 ക്വസ്റ്റ്യൻ പേപ്പർ 2 എണ്ണമായിരുന്നു കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗീസ് കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകളുടെ സംഭാവന അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. ശരിയാണ്. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. ശരിയാണ്. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. ബോൾഗാട്ടി പാലസ് പണിത് ആരാണ്? ഡച്ചുകാരാണ് ബോൾഗാട്ടി പാലസ് പണിതത്. അപ്പോൾ അതവിടെ എന്താണ്? തെറ്റാണ്. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഇതും ശരിയാണ്. സോ ആൻസർ വരേണ്ടത് ഏതാണ്? 3 ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്.
തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മി ബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. അവ കാലക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റാണി സേതുലക്ഷ്മി ബായിയാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. ഏത് വർഷം? 1926. തിരുവനന്തപുരം നഗരം വൈദ്യുതി ദീപങ്ങളാൽ പ്രകാശപൂരിതമായത് ഏത് വർഷമാണ്? അത് 1929. മൃഗബലി നിരോധിച്ചത് റാണി സേതുലക്ഷ്മി ബായിയാണ്. അത് ഏത് വർഷമാണ്? 1925. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചത് ഏത് വർഷമാണ്? 1928. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അധികം അങ്ങനെ ചോദിച്ചു കാണാത്ത കുറച്ച് ഫാക്ട്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്താ പഠിക്കേണ്ടത്? റാണി സേതു ലക്ഷ്മി ബായിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പഠിക്കുക. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളായി പ്രകാശപൂരിതമാക്കിയത് റാണി സേതു ലക്ഷ്മി ബായിയുടെ കാലഘട്ടത്താണ്. മൃഗബലി നിരോധിച്ചു. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ഇതൊക്കെ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റാണി. ചിലപ്പോൾ ഇതൊക്കെ തന്നിട്ട് ഇത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. ആരുമായിട്ടാണ്? റാണി സേതു ലക്ഷ്മി ബായ്. ഇനി നമുക്ക് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? കാലക്രമത്തിൽ എഴുതാനല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ചെയ്ത് വരും. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് മൃഗബലി നിരോധിച്ചു. അപ്പോൾ ഇത് ആദ്യം വന്ന 3 ആദ്യം വന്ന. സോ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. പിന്നെ ഏതാണ്? ദേവദാസി സമ്പ്രദായം. ഇത് രണ്ടാമത് വന്നം. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. വൈകുണ്ഠസ്വാമി. ഇത് 53/21. ഇതിൻ്റെ അകത്ത് 5 മാർക്ക്. ഇത് നമ്മുടെ ഡ്രൈവറിൻ്റെ എക്സാമാണ്. ഡ്രൈവർ, അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേരള ഹിസ്റ്ററിയിൽ നിന്ന്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണ്. പ്രാചീന മലയാളം എന്ന കൃതി ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് തെറ്റാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആരുടേതായിരുന്നു? ഇദ്ദേഹത്തിൻ്റെതാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചാരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, വിവേകാനന്ദനാണെന്നുള്ളത്. സോ ഇവിടെ ആൻസർ വരേണ്ടത് ഇതാണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി നമ്മൾ ചട്ടമ്പി സ്വാമിയെ പഠിച്ച പോലെ തന്നെ നമ്മുടെ വൈകുണ്ഠസ്വാമിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്തൊക്കെയാണ്? 1809 ഇദ്ദേഹത്തിൻ്റെ ജനനം. മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട് 1822 അല്ലേ മേൽമുണ്ട് സമരം. അദ്ദേഹത്തെ അറിയപ്പെട്ട പേരെന്താണ്? സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ടു. സമ്പൂർണ്ണദേവൻ. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ആരാ? തൈക്കാടയ്യ. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് തൈക്കാടയ്യ. ഇനി ഇദ്ദേഹം നിലവിൽ കൊണ്ടുവന്ന ക്ഷേത്രങ്ങളാണ് എന്ത്? നിഴൽ താങ്കൾ. വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയുടെയൊക്കെ ക്ലാസ് ഫുൾ PSC ബുള്ളറ്റിൻ ഉൾപ്പെടെ എല്ലാ ഫാക്ട്സും വെച്ചിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടുനോക്കണേ. നിഴൽ താങ്കൾ, അത് എനിക്ക് തോന്നുന്നു ക്ലാസ് LP UP ക്ലാസ് അങ്ങനെ എന്തോ ഒരു പ്ലേലിസ്റ്റിലാണ് കിടക്കുന്നത്. ഇനി അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്ത്? തുവയൽ പന്തി കൂട്ടായ്മ. ഇനി അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന നിശാപാഠശാലകൾ സ്ഥാപിക്കുന്നുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടി നിശാപാഠശാലകൾ സ്ഥാപിക്കുന്ന ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. പിന്നെ സമപന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമിയാണ്. അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്ത്? സമത്വ സമാജത്തിൻ്റെ വർഷം ഏതാണ്? 1836. അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന മതമാണ് എന്ത്? അയ്യാവഴി. അദ്ദേഹം കൊണ്ടുവന്ന മതമാണ് അയ്യാവഴിയാണ് അദ്ദേഹം സ്ഥാപിച്ച മതം. അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് തീജ്വാല വഹിക്കുന്ന താമരയാണ്. പിന്നെ പറയേണ്ടത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടപ്പിലാക്കിയത് ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അറസ്റ്റ് ചെയ്യുന്ന ജയിലെന്ന് പറയുന്നത് ശിങ്കാരത്തോപ്പാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അറിയപ്പെട്ട പേരാണ് എന്ത്? സീഡർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശ്രീനാരായണ ഗുരു അവസാനം പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെവിടെയാണ്? കളവങ്കോട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണ്. ഇനി കാരമുക്ക് എവിടെയാണ്? കാരമുക്ക് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. അത് 1920. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ്? 1888. കളവങ്കോടത്ത് പ്രതിഷ്ഠ നടത്തിയത് 1927. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര ആരുടേതാണ്? അയ്യങ്കാളി. സോ ഇതെല്ലാം നമുക്കറിയാം. പിന്നെ ഏതാണ്? പാട്ടുകളിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സോ 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി പൊയ്കയിൽ കുമാരഗുരുദേവനെ പറ്റി നമുക്ക് എന്തൊക്കെ പറയാം? പൊയ്കയിൽ യോഹന്നാനെന്നും പൊയ്കയിൽ അപ്പച്ചനെന്നും കുമാരഗുരുദേവനെന്നും അതേപോലെ തന്നെ പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെട്ടത് ആരായിരുന്നു? പൊയ്കയിൽ യോഹന്നാനാണ്. അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണ്? അത് ഇരവിപേരൂരാണ്
ജനനം. ഇനി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് എന്ത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS എന്ന് പറയും, ദൈവസഭ. അതെന്നാണ്? 1909. അതിൻ്റെ ആസ്ഥാനവും എവിടെയാണ്? ഈ ഇരവിപേരൂർ തന്നെയാണ്. അതേപോലെ സർക്കാരിൻ്റെ അനുമതിയോടെ അതായത് അയിത്തജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. സർക്കാർ അനുമതിയോടുകൂടി ആദ്യത്തെ അയിത്തജാതിക്കാർക്കുള്ള ഇംഗ്ലീഷ് വിദ്യാലയം. അതേപോലെ തന്നെ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ലഹളയാണ് എന്ത്? അടിലഹള. ഈ അടിലഹള എന്ന് പറയുന്നത് കുറച്ചധികം ലഹളകൾ കൂടിച്ചേർന്നതാണ്. വാകത്താനൻ ലഹള, അതേപോലെ കൊഴിക്കും ചിറ ലഹള, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് തന്നിട്ട് ഓട് വൺ ഔട്ടായിട്ടൊക്കെ ചോദിക്കാം. മംഗലം ലഹള, പിന്നെയുള്ളത് വെള്ളീനടി ലഹള. ഇതൊക്കെ ഈ അടിലഹളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളാണ്. ഇനി അദ്ദേഹം എഴുതിയ കവിതാ സമാഹാരമാണ് എന്ത്? രത്നമണികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം ആരുമായി ബന്ധപ്പെട്ടതാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്റ്റാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ട് സ്കോളർഷിപ്പ്, ദളിത് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ പറഞ്ഞത് ആരാണ്? നമ്മുടെ പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങളാണ് എന്തൊക്കെ? ലണ്ടൻ മിഷൻ സൊസൈറ്റിയും അതേപോലെ തന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. നമുക്കറിയാം LMS എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവിതാംകൂറിൽ വന്നതാണ് LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി. പിന്നെയുള്ളത് CMS, ചർച്ച് മിഷൻ സൊസൈറ്റി. അതെവിടേക്കായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. അതേപോലെ പിന്നെയുള്ളത് BM ആണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അതെവിടെയാണ്? മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. എവിടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം ഐക്യസംഘം. നോക്കിക്കേ, ഇതാണ് ആ 1D ഉള്ളത്. ഈ ഒരു പേര് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിലും എന്താ, വക്കം അബ്ദുൽ ഖാദർ മൗലവി പേര് വായിച്ചു നോക്കുമ്പോൾ മുസ്ലിം പേരായിട്ട് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാം. ആൻസർ വരുന്നത് ഇതാണ്. അയ്യങ്കാളി എന്താണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം 1936. ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിട്ട് പഠിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്നാണ് ഈ പറഞ്ഞ കേരള മുസ്ലിം ഐക്യസംഘം. അതായത് അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരും ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. പിന്നെയുള്ളത് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, അതേപോലെ ചിറയിൻകീഴ് മുസ്ലിം മഹാജനസഭ. ഇതൊക്കെ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി അയ്യങ്കാളിയെ പറ്റിയാണെങ്കിൽ നമുക്ക് എന്താ, സാധുജന പരിപാലന യോഗം ഏത് വർഷമാണ്? 1907. എന്താണ് സാധുജന പരിപാലിനി? സാധുജന പരിപാലിനി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാധുജന പരിപാലന യോഗത്തിൻ്റെ പത്രമാണ്. അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമാണ് എന്ത്? സാധുജന പരിപാലനി എന്ന് പറഞ്ഞാൽ. ഈ സാധുജന പരിപാലനി പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? സാധുജന പരിപാലന യോഗം പിന്നീട് പുലയ മഹാസഭയായിട്ട് മാറുന്നുണ്ട്. ഏത് വർഷം? 1938 പുലയ മഹാസഭയായിട്ട് മാറുന്നുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റു പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വില്ലുവണ്ടി യാത്ര 1893. നെടുമങ്ങാട് ചന്തലഹള ഏത് വർഷമാണ്? 1912. കർഷക സമരം 1909. അതേപോലെ 90-ാം ആണ്ട് ലഹള അഥവാ ഊരുട്ടമ്പലം ലഹള, പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് വർഷമാണ്? 1915. ഓക്കെ, അപ്പം നമ്മുടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ടൈം കൂടുന്നതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങൾ പഠിക്കുന്ന ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ക്ലാസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കനും കൂടി അമർത്തുക. താങ്ക്